ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റഡി വ്ലോഗ് എപ്പിസോഡ് നമ്പർ 4 ആണ്. ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരീക്ഷ ഹാളിനെ പറ്റി മണ്ടത്തരങ്ങളെ പറ്റി ഓർക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് ഇന്ന് നിങ്ങളോട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള പരീക്ഷാ ജീവിതത്തിൽ എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളും നിങ്ങൾക്കത് പറ്റാതിരിക്കാനുള്ള ടിപ്സുകളും ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞു പോകാം അല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകും. ചിലപ്പോൾ മാസങ്ങളോളം ഇരുന്ന് പഠിച്ചവരുണ്ടാവാം, ചിലപ്പോൾ വർഷങ്ങളോളം ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചവരൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് PSC പഠിച്ചിട്ട് പോയിട്ട് എഴുതുന്നത് 10th പ്രിലിംസ് ആദ്യം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, ആ പരീക്ഷയാണ് ഞാൻ ആദ്യമായിട്ട് പഠിച്ചിട്ട് പോയിട്ട് എഴുതുന്നത്. അവിടെ തൊട്ട് തുടങ്ങിയാണ് എൻ്റെ പരീക്ഷാ ഹാളിലെ മണ്ടത്തരങ്ങൾ. നമ്മൾ പരീക്ഷാ ഹാളിൽ കാണിക്കുന്ന ഈ ഒരു മണ്ടത്തരം നമുക്ക് 1.33 മാർക്കാണ് നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ച് ഒരുപാട് മാർക്കുകൾ നഷ്ടപ്പെടുത്തിയ ഒരു PSC പഠിതാവിൻ്റെ രോദനമായിട്ട് നിങ്ങളിത് കാണുക. ആ ഒരു എക്സാമിന് വേണ്ടി 10th പ്രിലിംസിൻ്റെ എക്സാമിന് വേണ്ടി ഞാൻ ഒരുപാട് നല്ല രീതിയിൽ ഉറക്കുളച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നടത്തി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു. സത്യം പറഞ്ഞാൽ പഠിച്ചു കിട്ടിയ മാർക്ക് പലപ്പോഴും എൻ്റെ മണ്ടത്തരങ്ങൾ കാരണമാണ് നഷ്ടപ്പെടാറ്. ഇങ്ങനെ മണ്ടത്തരങ്ങൾ നമ്മൾ പലപ്പോഴും അറിയാതെ അല്ലെങ്കിൽ ടെൻഷൻ കാരണമൊക്കെ ചെയ്യുന്നതാണ്. ചിലപ്പോൾ ചെറിയൊരു അശ്രദ്ധ മതി ഒരു മാർക്ക് പോയി നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം താഴെ പോകാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പരീക്ഷാ ജീവിതത്തിൽ ചെയ്തിട്ട് പരീക്ഷ ഹാളിൽ വെച്ച് ചെയ്തിട്ട് മണ്ടത്തരങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, പിന്നെ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് നമ്മൾ ചോദ്യം മുഴുവനായിട്ട് വായിക്കാതെ ഉത്തരം എഴുതുന്നത്. നമ്മളിങ്ങനെ ചോദ്യം പകുതി വായിച്ചു കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നും, കൊള്ളാലോ, ഇതെനിക്കറിയുന്ന ഉത്തരമാണല്ലോ, വളരെ സിമ്പിളാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഓപ്ഷൻ നോക്കി അങ്ങ് കറുപ്പിക്കും. പിന്നീട് ചോദ്യം മുഴുവൻ വായിച്ചപ്പോഴാണ് അറിയുക ആ ചോദ്യത്തിൻ്റെ അവസാനം ശരിയായത് ഏത് അല്ലെങ്കിൽ തെറ്റായത് ഏത് അല്ലാത്തത് ഏത് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് വായിക്കില്ല. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഉത്തരം അറിയാവുന്ന ഉത്തരം പോലും തെറ്റിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വിചാരിച്ചത് നേരെ തിരിച്ചായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരവ് ഉണ്ടാവുക. അങ്ങനെ എനിക്ക് ഒരുപാട് പ്രാവശ്യം മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ വന്നു, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു ചോദ്യം ഇതിലാണ് ചോദ്യം വന്നു വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് കണ്ട ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് EMS എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറുപ്പിച്ച് വെക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതിന് ശേഷം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അല്ലാത്തത് ആര് എന്നായിരിക്കാം ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ധൃതിയിൽ കറുപ്പിച്ച് കഴിയുമ്പം അല്ലാത്തത് എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ ഒരു മാർക്ക് പോവുക മാത്രമല്ല, അവിടെ നമുക്കൊരു നെഗറ്റീവ് മാർക്ക് കിട്ടും. ഇങ്ങനെ എനിക്ക് ഒരുപാട് പ്രാവശ്യം, 1-2 പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. പിന്നീട് ഞാൻ പരീക്ഷയെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയപ്പം എത്ര സിമ്പിൾ ചോദ്യമാണെന്ന് തോന്നിയാലും ഞാൻ 1-2 തവണ തീർച്ചയായിട്ടും മുഴുവനായിട്ടും വ്യക്തമായിട്ടും വായിക്കും. അങ്ങനെ വായിച്ചതിന് ശേഷം അതിന് അല്ലാത്തത്, തെറ്റ്, ശരി, ചേരാത്തത്, ഒഴികെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു ചെറിയ വര ഇട്ടിട്ട് വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു മെയിൻ വേർഡ് നമുക്ക് മനസ്സിൽ വരികയും നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഒരു ചോദ്യം വായിക്കാൻ കുറച്ചധികം സമയം, സെക്കൻഡുകൾ അധികം സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഉത്തരം നമ്മൾ തെറ്റിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനിപ്പം അങ്ങനെയാണ് ചെയ്യാറ്. പിന്നീട് ഞാൻ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ് നമ്മൾ OMR ഷീറ്റ് കറുപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ. ഓക്കെ, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 1 മാർക്ക് കളയുന്ന ഒരു അബദ്ധമാണ്. കാരണം നമ്മൾ ശരി ഉത്തരം അറിഞ്ഞുകൊണ്ട് കറുപ്പിക്കുന്നത് ചിലപ്പം മാറിപ്പോകുന്നതുകൊണ്ടാണ്. കൃത്യമായിട്ട് നമുക്ക് അവിടെ 1 മാർക്ക് പോവാം. അതായത് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ കറുപ്പിക്കുന്നതിന് പകരം അത് അറിയാണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കറുപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ താഴെയോളം എല്ലാ ഉത്തരങ്ങളും നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഒരിക്കലും അങ്ങനെ 4 ക്വസ്റ്റ്യൻസ്, ഞാൻ ഇംഗ്ലീഷായിരുന്നു, എനിക്ക് അറിയാവുന്നതായിരുന്നു, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഒന്നിന് താഴെ ഇട്ടുപോയി. അപ്പോൾ നോക്കുമ്പോൾ 4 ക്വസ്റ്റ്യൻസിൻ്റെ ഞാൻ മാറിയാണ് ചെയ്തിരുന്നത്. അപ്പം എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യം പല്ലുകളുടെ, മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്കറിയാം 32 ആണെന്നറിയാം. ഞാൻ പെട്ടെന്ന് 36 കണ്ടു. ഞാൻ വേഗം 36 അത് ഓപ്ഷൻ ഏതാണോ അത് കറുപ്പിച്ചു. പെട്ടെന്നാണ് ഞാൻ എന്തിനാണ് 36 കറുപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള തെറ്റുകൾ വരെ ഞാൻ വരുത്തിയിട്ടുണ്ട്. പിന്നീട് എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, വിറ്റമിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എനിക്കറിയാം ആൻസർ വിറ്റമിൻ C ആണെന്നുള്ളത് എനിക്കറിയാം. വിറ്റമിൻ C എന്നുള്ളത് B ഓപ്ഷനായിരുന്നു. പക്ഷെ ഞാനത് C കറുപ്പിച്ചു. അത് വിറ്റമിൻ C എന്നുള്ളത് കൊണ്ടായിരിക്കും ഞാൻ C കറുപ്പിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അത്രയും നന്നായിട്ട് അറിയുന്നൊരു ഉത്തരം ഞാൻ തെറ്റിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെയുണ്ട് ഒരേ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ട് ചോദ്യങ്ങൾക്കായിട്ട് കറുപ്പിക്കുക, അതല്ലെങ്കിൽ തുടർച്ചയായ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരം കറുപ്പിക്കുക, അതേപോലെ ഒന്നിന് പകരം രണ്ടെണ്ണം കറുപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ എനിക്കിതുവരെ പറ്റിയിട്ടില്ല, ചില ആളുകൾക്ക് കൃത്യമായിട്ട് ബബിള് കറക്റ്റായിട്ട് കറുപ്പിക്കാതെ പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. പിന്നെ ഞാനിതുവരെ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ എക്സാം ഹാളിൽ നിന്ന് ഒരുപാട് ആളുകൾ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. ചില സമയത്ത് ആ ടെൻഷൻ കാരണം രജിസ്റ്റർ നമ്പർ, ബുക്ക്ലെറ്റിൻ്റെ കോഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാം, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇത്തരത്തിലുള്ള അടിസ്ഥാന വിവരങ്ങൾ പോലും തെറ്റായിട്ട് കറുപ്പിക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ കൃത്യമാണോ എന്ന് നമ്പർ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. OMR ഷീറ്റിലെ ചോദ്യപേപ്പറിലെ നമ്പർ ശരിയാണോ എന്ന് ഒത്തുനോക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബബിൾ കറുപ്പിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ, വളരെ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മാത്രമേ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ രജിസ്റ്റർ നമ്പർ പോലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ കറുപ്പിക്കാൻ പാടുള്ളൂ. ഇനി പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഈ വിവരങ്ങൾ കറുപ്പിക്കാൻ കുറച്ചധികം സമയം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയം വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറുപ്പിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ OMR ഷീറ്റിൽ തന്നെ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പലപ്പോഴും മോക്ക് ടെസ്റ്റുകൾ OMR ഷീറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് നമ്മളെ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള തെറ്റുകൾ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ആദ്യകാലങ്ങളിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ഒരു തെറ്റാണ് അറിയാത്ത ചോദ്യങ്ങൾക്ക് വരെ വെറുതെ കറുപ്പിച്ചു. കാരണം ഒരുപാട് ആ കോളം നിറഞ്ഞു കിടക്കുന്ന കാണാൻ രസമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ക്വസ്റ്റ്യൻസും ഞാൻ ഓപ്ഷൻ വായിച്ചുകൂടെ എനിക്ക് എന്താണെന്ന് പോലും അറിയാത്തത്, അല്ലെങ്കിൽ ചിലപ്പം എവിടെയോ കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട് എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ വരെ ഞാൻ കറുപ്പിച്ച് വെക്കാറുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം ആയിരിക്കണമെന്നില്ല. ആ കൃത്യമായിട്ടുള്ള ഉത്തരം ഓർമ്മയില്ലാതെ നമ്മൾ ചെയ്യുന്നതൊക്കെയും ചിലപ്പോൾ നമ്മുടെ ഊഹം കൊണ്ട് കറുപ്പിക്കുന്നതൊക്കെയും നമ്മുടെ നെഗറ്റീവ് മാർക്കായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിച്ച് നമുക്ക് കിട്ടേണ്ട മാർക്കും കൂടെ എന്ത് ചെയ്യപ്പെടും, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. അതായത് നമ്മൾ എത്ര കൂടുതൽ ആൻസർ ചെയ്തു എന്നുള്ളതല്ലല്ലോ PSC നോക്കുന്നത്, നമ്മൾ ആൻസർ ചെയ്തതിൽ എത്ര ശരിയുണ്ട് എന്നാണ് നോക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും നന്നായിട്ട് അറിയുന്നവ മാത്രമേ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50-50 റൂൾ. അതായത് ഇപ്പം 4 ഓപ്ഷനിൽ 2 എനിക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു റിസ്ക് എടുക്കും. ഓക്കെ, മറ്റുള്ള 2 ഏതെങ്കിലും ഒന്നൊരു 50-50 ചാൻസ് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യും. അതല്ലാതെ എനിക്ക് വായിച്ചു നോക്കി എനിക്ക് അറിയാം പക്ഷേ ഇത് ഉറപ്പില്ല എന്നുള്ള തോന്നുന്നത് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. അതായത് PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കിട്ടിയ മാർക്ക് കളയാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അല്ലാതെ നമ്മുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകണമെന്നുള്ളൊരു ഇതൊന്നും PSC നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നവ മാത്രം, അതായത് 50-50 എങ്കിലും അറിയുന്നവ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉത്തരം എഴുതാൻ വേണ്ടി പാടുള്ളൂ. ബാക്കിയുള്ളവ നമ്മൾ വിട്ട് കളഞ്ഞോളുക, അതല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ലല്ലോ അവിടെ. പലപ്പോഴും എനിക്ക് എന്നോട് തന്നെ ഒരു വിയേർഡ് ഫീലിംഗ് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഞാൻ പരീക്ഷ ഹാളിൽ ചെയ്യുമായിരുന്നു. അതായത് മെയിനായിട്ട് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഇപ്പുറത്തിരിക്കുന്ന ആളുടെയൊക്കെ പേപ്പറിലേക്ക് അവരുടെ OMR ഷീറ്റ് കറുപ്പിച്ച് വെച്ചതിലേക്ക് നോക്കുക. അവരിങ്ങനെ സ്പീഡിൽ കറുപ്പിക്കുന്നതും ശ്രദ്ധിക്കുക. അവർ വേഗത്തിൽ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരും. കാരണം ഞാനിപ്പോൾ ആകെ 5-6 മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, എനിക്കൊന്നും കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എന്നാൽ പിന്നെ അവരെ കുറേയെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, അപ്പം ചിലപ്പം കട്ട് ഓഫ് ഒക്കെ ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ വായിക്കാതെ വരെ ഉത്തരം കറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. അത് ചോദ്യത്തിന് ജസ്റ്റ് ഒന്ന് വായിക്കുന്നു, ജസ്റ്റ് ഏതെങ്കിലും ഒരു ഉത്തരം അങ്ങനെ കറുപ്പിച്ച് പോകുന്നത് പോലെ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, പരീക്ഷ ഹാളിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ ചോദ്യപേപ്പറിലും OMR ഷീറ്റിലും മാത്രമായിരിക്കണം. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ, നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾ, നമ്മുടെ സൈഡിലിരിക്കുന്ന ആളൊക്കെ എന്ത് ചെയ്തു എന്നോ എങ്ങനെ ചെയ്തു എന്നോ നോക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, നമുക്കതിലൊരു കാര്യമില്ല. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നതിന് എൻ്റെ കഴിവുകളും എൻ്റെ വേഗതയും ഒക്കെ ഡിഫറെൻ്റ് ആണ് നിങ്ങളുടേതിൽ നിന്ന്. അപ്പം നമ്മൾ നമ്മളുടേതായിട്ടുള്ള കഴിവുകളും വേഗതയിലും ചെയ്യുക. മറ്റൊരാൾ എങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ ഒരിക്കലും നോക്കുകയോ അല്ലെങ്കിൽ അതിൽ നമ്മൾ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങളെ വിശ്വസിക്കുക, അതുപോലെ തന്നെ നമ്മളെ മാത്രം വിശ്വസിക്കുക, നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ഇനി എനിക്ക് എക്സാം ഹാളിൽ ഏറ്റവും ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുക്കുന്നു, 1ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല, 2ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല, 3ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല, അയ്യോ അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ടെൻഷനായി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സാകും. കാരണം നമ്മളിത് പഠിച്ചതല്ല, അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചതൊന്നും ഓർമ്മയിലേക്ക് വരുന്നില്ല, പഠിച്ചതൊക്കെ മറന്നുപോയതുപോലെ ഉണ്ട് എന്നൊക്കെയുള്ള പേടികൾ നമുക്കുണ്ടാകും. ഓക്കെ, ഈ ഒരു പേടി
ഫസ്റ്റ് തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഓർമ്മയിലേക്ക് വരില്ല. നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ പോലും പിന്നീട് ഓർമ്മയിൽ വരില്ല. എനിക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ പരീക്ഷ, അതായത് ഞാൻ ഫസ്റ്റായിട്ട് എക്സാം എഴുതുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനിപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു 10-15 ചോദ്യങ്ങൾ വായിക്കും. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷും മാത്സും എനിക്ക് കുറച്ച് എളുപ്പമാണ്. അപ്പം ആദ്യം മാത്സ് അതേപോലെ മെൻ്റൽ എബിലിറ്റി ഇതൊക്കെ എനിക്ക് എളുപ്പമുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ എനിക്ക് എളുപ്പമുള്ള ഭാഗങ്ങൾ ഞാൻ ആദ്യം വായിച്ചു നോക്കും. അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്ത് കുറേ അറിയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളുടെ ആ ഒരു ടെൻഷനൊന്ന് റിലാക്സ് ആവും. അതിനുശേഷം മാത്രമേ ഞാൻ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിലൊന്ന് നോക്കുക. പിന്നെ നമുക്ക് ഏതാണോ നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയ ഉണ്ടാവുമല്ലോ, അവിടെയുള്ള ക്വസ്റ്റ്യനും കൂടി ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു ആത്മവിശ്വാസം കിട്ടുകയും നമുക്ക് കൃത്യമായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാനും നമ്മളുടെ ഉത്തരങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരാനും ഒക്കെ തുടങ്ങും. അതുപോലെ തന്നെ നന്നായിട്ട് ശാന്തമായിട്ട് പരീക്ഷ എഴുതാനും സാധിക്കും. ഇതൊക്കെയാണ് എൻ്റെ പരീക്ഷാ ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള മണ്ടത്തരങ്ങൾ. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതലൊക്കെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ലാത്തവരും ഉണ്ടാവാം. അപ്പം ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. നമ്മുടെ ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേടി കൊണ്ടോ ഒക്കെ വരുന്നതാണ്. ഓക്കെ, പക്ഷേ നമ്മളതിനെ ചെറുതായി കാണുമ്പോഴും ഇതൊക്കെ നമ്മുടെ വിജയത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കാറുണ്ട്. ഓക്കെ, എനിക്ക് പലപ്പോഴും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാതെ പോകാനുള്ള കാരണത്തിലൊന്ന് ഇത്തരത്തിലുള്ള അശ്രദ്ധമായിട്ടുള്ള മണ്ടത്തരങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാർക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം ഉറപ്പിക്കാനും സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോ തെറ്റും ഓരോ പാഠമായി കാണുക. അപ്പോൾ എങ്കിലും പരീക്ഷാ ഹാളിൽ ഇത് നമുക്കൊരു ശീലമായിട്ട് മാറും. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ പ്രാക്ടീസ് നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വലിയ പ്രചോദനം. നന്ദി, വീണ്ടും കാണാം.